കാരണം മനുഷ്യർ പലപ്പോഴും അതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ളൊരു ബീയിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിസിനസ്സിൽ നമുക്ക് എ ഐ കൊണ്ട് എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും, അതേപോലെ തന്നെ ഒരു ബിസിനസ് മേഖലയിൽ എ ഐ എത്രത്തോളം നമ്മളെ സഹായിക്കും? ഒരു കാര്യം ആലോചിച്ച് നോക്കും, ഒരു ഡാറ്റനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിന് അത് പ്രോസസ്സ് ചെയ്യാൻ കുറേ ടഫ്നെസ് ഉണ്ട്. ഇപ്പോൾ ബാർകോഡ് പ്രിൻസിപ്പിൾ നടക്കുന്നത് എവ്രി 12 കീ സ്ട്രോക്കിൽ ഒരു മനുഷ്യൻ എറർ വരുത്തുന്നില്ലാണ്. അതിലാണ് ഒരു ബാർകോഡ് E13 അല്ലെങ്കിൽ കോഡ് 128 ബാർകോഡൊക്കെ ലോകത്ത് വന്നിട്ടില്ല. അപ്പോൾ ഇതേപോലെ തന്നെ മനുഷ്യന് സാധ്യമില്ലാത്ത കുറേ കാര്യങ്ങളാണ് കുറേ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നത്. ഈ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നത് നമ്മളെക്കാളും പവർഫുള്ളാണ് ബേസിക്കലി CPU ഒക്കെ, ഈ എന്താ പറയുക, കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റൊക്കെ. അപ്പോൾ പലപ്പോഴും ഇതേപോലെ കണ്ടമാനം ഡാറ്റ കുമിഞ്ഞു കൂടിയൊരു സ്ഥലത്ത് അതിനെ എന്താ പറയുക, അതിനെ എടുത്തിട്ട് പ്രോസസ്സ് ചെയ്യുന്നതിൽ പലപ്പോഴും ഇനി ഇത്തരത്തിലെ ബോട്ടുകൾ ധാരാളം കമ്പനികൾ യൂസ് ചെയ്തേക്കാം, മീനിങ് ഫുള്ളായിട്ടുള്ള ട്രെൻഡുകൾ പഠിക്കുന്നത്, മീനിങ് ഫുള്ളായിട്ടുള്ള ത്രെഡുകൾ എടുക്കുന്നതിനൊക്കെ. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതിന് പലപ്പോഴും ഗൂഗിളിലും അതേപോലെ തന്നെ ഇതേപോലെ പല സെർവറുകളിലും ഈ പാസ്റ്റ് ഡാറ്റനെ റിഗർഗേറ്റ് ചെയ്തിട്ടാണ് ഇത് തരുന്നത്. പലപ്പോഴും ഇതിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ ഒരു നോയ്സ് കണ്ടെത്തി, ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ പ്രത്യേകത, ഒരു സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ അവൻ ആ നോയ്സിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും, അവന് കോമൺ സെൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും, അവന് ക്രിയേറ്റീവാണ്. ഒരു പാസ്റ്റ് ഡാറ്റയിൽ നിന്നും മീനിങ് ഫുള്ളായിട്ടുള്ള ഇമാജിനേറ്റീവായിട്ടുള്ള തോട്ട് ഉണ്ടാക്കൽ, അതിലെത്രത്തോളം എ ഐ സക്സസ്ഫുൾ, അവർക്ക് പലപ്പോഴും ഒരു ഇമാജിനേറ്റീവ് എ ഐ സൈഡ് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം അതിൽ സക്സസ്ഫുൾ ആകണമെന്നില്ല എനിക്കറിയില്ല. കാരണം മനുഷ്യർ പലപ്പോഴും അതിനേക്കാളും പവർഫുള്ളായിട്ടുള്ളൊരു ബീയിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്.